നമ്മുടെ കുക്ക് ചിന്നു ആട്ടോ. കഴിക്കാൻ ആഗ്രഹിക്കുന്ന സാധനം വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കി പരീക്ഷിക്കുന്ന ഒരു ശീലം എനിക്ക് പണ്ട് മുതലേ ഉണ്ട്. പക്ഷെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിന്നുവാണ്, ഞാനല്ല. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും, അവൾ ചെയ്തോളാന്നാണ് പറഞ്ഞത്. എണ്ണ ചൂടായി കടുക് ഇട്ടപ്പോൾ തന്നെ ആളുടെ ഭാവമൊക്കെ അങ്ങ് മാറി. പിന്നെ ഒരു മൈൽ അപ്പുറം നിന്നിട്ടാണ് അവൾ പച്ചമുളക് എടുത്തിട്ടത്. അങ്ങനെ കടുകും മുളകൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ അവളായിട്ട് അരിഞ്ഞ് വെച്ച സവാളയൊക്കെ എടുത്തിട്ട് വഴറ്റുന്നുണ്ടായിരുന്നു. പിന്നെ വഴറ്റി കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരി ഞാൻ കറിവേപ്പില ഇട്ടില്ലേ ചേച്ചി എന്ന് പറഞ്ഞത്. അങ്ങനെ പാചകത്തിനിടയ്ക്ക് അവൾ ടി വിയിലേക്ക് നോക്കി അതിനകത്ത് കഥയും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് ആ കാണുന്നത്. അത് കഴിഞ്ഞപ്പോൾ ആളൊരു പണി ഒപ്പിച്ചു. പച്ചമുളക് അരിഞ്ഞ കൈ കൊണ്ട് അവൾ പോയി കണ്ണി കൊണ്ടുപോയി തേച്ച് വെച്ചു. നീറിയിട്ട് നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, ഓടാനും വയ്യാത്ത അവസ്ഥയായിരുന്നു. കണ്ണൊന്നും തുറക്കാൻ പറ്റുന്നുണ്ടായില്ല. അവസാനം കണ്ണൊക്കെ ഏകദേശം കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ പൊട്ടൊക്കെ തൊട്ട് വീണ്ടും വന്നിട്ടുണ്ട്. നമ്മൾ ഇതൊരു ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിന്റെ പേര് പറഞ്ഞില്ലല്ലേ, മസാല ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള കിഴങ്ങാണ് ഈ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ കിഴങ്ങ് വേവിച്ച് വെച്ചത് അതിനകത്തേക്ക് ഇട്ട് അവൾ ഇളക്കി കൊടുത്തു. മാവെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തന്നെ അത് ചെറുതായിട്ട് ഉറച്ചു പോയിരുന്നു. അപ്പോൾ ഇളക്കാൻ ഇച്ചിരി പാടായിരുന്നു. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു ഞാൻ ഇളക്കി തരാമെന്ന്. അപ്പോൾ പറഞ്ഞു ഇല്ല ചേച്ചി ഞാൻ തന്നെ ഇളക്കാമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്ന് ഇളക്കുന്നതാണ് കാണുന്നത്. ഇളക്കി ഇളക്കി അവളെ പാത്രത്തെ പാടി കറക്കിയെടുത്തായിരുന്നു. അവസാനം ചിന്നു ആയുധം വെച്ച് കീഴടങ്ങി ഞാൻ തന്നെ മാവ് ലൂസാക്കി എടുത്തു. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത നെയ്യാണ്. വീട്ടിൽ തന്നെ ഉറയൊഴിച്ച് മാറ്റി വെച്ചിരുന്ന നെയ്യാണ് ഞാൻ ഇതിനകത്തേക്ക് എടുത്തത്. മുളക് കണ്ണി തേച്ച ക്ഷീണം മാറാത്തതുകൊണ്ട് തന്നെ ചിന്നു പറഞ്ഞു ചേച്ചി തന്നെ ദോശ ഉണ്ടാക്കിക്കോ, ഇനി കൈ കൂടി പൊള്ളിക്കാൻ ഞാൻ ഇല്ലയെന്ന്. അങ്ങനെ ഞാനായിരുന്നു കേട്ടോ പിന്നെ ദോശ ചുട്ടത്. ദോശയിലേക്ക് ഞാൻ നെയ്യൊക്കെ ഒഴിച്ച് നല്ല രീതിയിലാക്കി എടുത്തു. പിന്നെ നമ്മുടെ മസാല ഉണ്ടാക്കി വെച്ചു. പിന്നെ ഇപ്പുറ സൈഡിൽ മടക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ അങ്ങ് മടക്കിയെടുത്തു. കാര്യം നടന്നാൽ മതിയല്ലോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചിന്നു തന്നെ ആയിട്ട് ദോശ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല രസമുണ്ടായിരുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ.